Today's word of God is from Luke chapter 4 verse 24. The rejection at Nazareth. And he said, Amen, I say to you, no prophet is accepted in his own native place. When Jesus proclaimed that the scripture was fulfilled in him, the people were first amazed. However, their amazement soon turned into doubt because they knew him only as Joseph, the carpenter's son, who had grown up among them. Their familiarity prevented them from recognizing his divine authority, and they struggled to accept him as the Messiah. Jesus then reminded them that no prophet is accepted in his hometown, reflecting the long history of prophets being rejected by their own people in the Old Testament. This moment foreshadowed the rejection that Jesus himself would face, and he teaches that familiarity and pride can lead to spiritual blindness, preventing people from recognizing God's work. Amen. Saint Francis of Rome, intercede for us. Ave Maria, praise you Jesus. ഇന്നത്തെ വചനവായന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. ഈശോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ ഇടയിൽ നിറവേറിയിരിക്കുന്നു എന്ന് യേശു തന്റെ സ്വന്തം നാടായ നസ്രത്തിൽ വെച്ച് ആധികാരികമായി പ്രഖ്യാപിച്ചപ്പോൾ ജനം ആദ്യം അവന്റെ നാവിൽ നിന്നും പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് വികാരഭരിതനായി വിസ്മയം പൂണ്ടുവെങ്കിലും യേശുവിനെ അറിയാമായിരുന്ന, അവരുടെ ഇടയിൽ കളിച്ചു വളർന്ന ഈ 30 വയസ്സുകാരൻ ഈശോ ആ ആശാരി ജോസഫിന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു, അവഹേളിക്കുന്നു. അവൻ എങ്ങനെ ഇത്രയും ലാഘവത്തോടെ താനാണ് ബന്ധിതർക്ക് മോചനം കൊടുക്കുന്നത്, അന്ധർക്ക് കാഴ്ച കൊടുക്കുന്നത്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? അവൻ എങ്ങനെയാണ് കർത്താവിന്റെ സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവനെ കർത്താവ് എങ്ങനെയാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്? ജനങ്ങളുടെ ഈ വിശ്വാസരാഹിത്യം കണ്ട് ഹൃദയവ്യതയോടെ യേശു പറഞ്ഞു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. അവർ ഈശോയെ ദൈവപുത്രനായോ മിശിഹായ ആയോ അംഗീകരിക്കാതെ അധിക്ഷേപിക്കുന്നു. സഹോദരരെ, നമ്മളും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ദൈവത്തിന്റെ ദൂതുമായി വരുന്ന എത്രയോ അച്ഛന്മാരെയും പ്രവാചകന്മാരെയും പ്രേക്ഷിതരെയും നമ്മുടെ അഹങ്കാരം കൊണ്ടും ഹൃദയ കാഠിന്യം കൊണ്ടും അവജ്ഞ കൊണ്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്കാരെയും കൊച്ചാക്കാതെ എല്ലാവരും ദൈവപിതാവിന്റെ മക്കളാണെന്ന ബോധ്യത്തോടെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അനുതാപത്തോടെ നല്ല കുമ്പസാരം നടത്തി വിശുദ്ധിയിൽ വളരാം. ആമേൻ. വിശുദ്ധിയായ ഫ്രാൻസിസ് ഓഫ് റോം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ, പ്രൈസ് യു ജീസസ്.